ഹായ് ഓൾ, വെൽക്കം ടു പ്രണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു മലയാള സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത് പൂക്കാലം. ഈ ഒരു സിനിമ 2020 തിയേറ്റർ റിലീസ് ആയിട്ടുന്നൊരു പടമാണ്. ഗണേഷ് രാജാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് വിജയരാഘവൻ, KPC ലീല, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, അന്നു ആൻ്റണി, അരുൺ കുര്യൻ, അങ്ങനെയുള്ള അബു സലീം തുടങ്ങിയവരാണ് ഈ ഒരു മെയിനായിട്ടുള്ള ഈ സിനിമയിലെ വേഷങ്ങൾ അവതരിപ്പിക്കുന്നത്. മെയിനായിട്ടും ഈ സിനിമ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർദ്ധക്യ കാലഘട്ടത്തിലെ ഒരു ജീവിതം, കാര്യങ്ങൾ, സാഹചര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു രണ്ട് വാർദ്ധക്യം തേനെത്തിക്കുന്ന ആൾക്കാരായ ഇച്ചാപ്പനും ഇച്ചാമ്മയും. ഇവരുടെയൊക്കെ മെയിനായിട്ടുള്ള പേര് നോക്കിക്കഴിഞ്ഞാൽ ഇട്ടുപ്പും മായത്തട്ടകത്ത് കൊച്ചു ത്രേസ്യ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു ജീവിതം. ആ ഒരു ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർന്ന് ഇവർ വാർദ്ധക്യ കാലഘട്ടത്തിലായ സമയത്ത് ഇവരുടെയൊക്കെ ചെറുമകളായിട്ട് വരുന്ന ഈ ഒരു അന്നു ആൻ്റണി അവതരിപ്പിക്കുന്ന കഥാപാത്രമായ എൽസി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെയും അരുൺ കുര്യൻ അവതരിപ്പിക്കുന്ന സുശീൽ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെയും ഒരു കല്യാണം ഉറപ്പിക്കുകയും അതിൻ്റെ ഒരു എൻഗേജിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന അതിൻ്റെ സന്തോഷത്തിലേക്ക് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഇച്ചാപ്പൻ്റെയും ഇച്ചാമ്മയുടെ ലൈഫിൽ ഒരു വേർതിരിവുണ്ടാകുന്ന ഒരു കത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അത് മുഖാന്തരം ഇച്ചാപ്പൻ ഇച്ചാമ്മയെ ഡിവോഴ്സിനായിട്ട് ഒരുക്കുന്ന ഒരു സന്ദർഭമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യമായിട്ട് പോകുന്നത്. വാർദ്ധക്യ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നാട്ടിലും വീട്ടിലും ഉണ്ടാകുന്ന ഒരു സംഭവബഹുലമായ കാര്യങ്ങൾ, ചർച്ചകൾ, കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഈ പടം ഫോക്കസ് ചെയ്യുന്നത്. അതിമനോഹരമായിട്ട് സംവിധായകൻ ഗണേഷ് രാജ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വളരെ ഭംഗിയായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 100 വയസ്സായ ഇച്ചാപ്പൻ, അതേ തുല്യമായി ഏതാണ്ട് അതിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ഇച്ചാമ്മ എന്ന കഥാപാത്രം, 80 വർഷമായുള്ള ദാമ്പത്യ ജീവിതം, അതിൻ്റെ ഇടയ്ക്ക് പോലും ഒരു പ്രശ്നങ്ങളുള്ളതായിട്ടോ അല്ലെങ്കിൽ അത് മുഖാന്തരം എന്തെങ്കിലും രീതിക്കുള്ള ഒരു അകൽച്ചയോ കാര്യങ്ങളോ ഒന്നും തോന്നാത്തടത്ത് ഇവിടെ സംഭവിക്കുന്ന ഒരു ട്വിസ്റ്റും അല്ലെങ്കിൽ കഥയിലേക്ക് വരുന്നതുമായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ചെറുമകളായ ഈ ഒരു എൽസിയുടെ കല്യാണത്തിൻ്റെ ഒരു ഉടമ്പടി പത്രം അത് മിസ്സിങ് ആവുകയാണ്. അത് തിരക്കി പോണ സമയത്ത് ഇതിലെ ഒരു പ്രധാന കഥാപാത്രമായ ഒരു വ്യക്തി അരുൺ അജികുമാർ അവതരിപ്പിക്കുന്ന ഗിന്നസ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം മച്ചിൻ്റെ മണ്ടയിൽ കയറി തപ്പി എല്ലാം എടുത്ത് താഴെ വയ്ക്കാൻ വെച്ചിട്ട് ഇത് തിരിച്ചു വന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഇച്ചാമ്മയുടെ കത്ത് കിട്ടുന്നത്. തൻ്റെ ഭാര്യയായ ഇച്ചാമ്മ എന്ന് പറഞ്ഞ മായത്തട്ടകത്ത് ത്രേസ്യാമ്മയ്ക്ക് തൻ്റെ ഒരു പ്രണയം അറിയിച്ചുകൊണ്ട് കൊച്ചൗസേപ്പെടുന്ന ഒരു പ്രണയലേഖനം ഈ ഒരു ഇച്ചാപ്പൻ്റെ കയ്യിൽ ഇങ്ങനെ കിട്ടുകയാണ്. ആദ്യമേ ഇച്ചാപ്പൻ ഇത് എടുത്ത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ താനങ്ങ് അപ്സെറ്റ് ആവുകയാണ്. തൻ്റെ ഭാര്യയ്ക്ക് താൻ അറിയാതെ തൻ്റെ കൊല്ലം 80 വർഷം ജീവിച്ച ഇവർക്ക് ഒരു 50 വർഷം മുന്നേ ഒരു പ്രണയമുണ്ടായിരുന്നെന്നും അത് മുഖാന്തരമുള്ളൊരു ഈഗോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോണ സമയത്ത് ഇച്ചാപ്പൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ഈ ബന്ധം ഇനിയും കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റത്തില്ല, അകലാൻ തന്നെയാണ് ശ്രമം, ഡിവോഴ്സിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണ് കോടതിയും വക്കീലും കാര്യങ്ങളൊക്കെ പോണ സമയത്താണ് ഇവിടെ ബേസിൽ ജോസഫിൻ്റെ ഒരു കഥാപാത്രം അഡ്വക്കേറ്റ് ജിക്കുമോൻ്റെ ഒരു വരവും കാര്യങ്ങളൊക്കെ. ആ നിമിഷം തൊട്ട് ഈ സിനിമ ഒരു ഹ്യൂമർ എന്ന് പറഞ്ഞ മേലേക്ക് പോവുകയാണ്. കൂടെ ജിക്കുമോൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് വിനീത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രവും. വിനീത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ ജഡ്ജി ആയിട്ടുള്ള രവി വരുന്നത്. രവിയാണെങ്കിൽ ഫുള്ളി ഹ്യൂമറിനായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ്. കാരണം പുള്ളിക്കാരൻ ജിക്കുമോൻ്റെ ഒരു ബാച്ച് മേറ്റാണ്. ജിക്കുമോൻ വക്കീലാണെങ്കിൽ ഇദ്ദേഹം ജഡ്ജിയാണ്. ജിക്കുമോൻ്റെ കയ്യിൽ നിന്ന് കോപ്പി അടിച്ചാണ് രവി വക്കീലായതും പിന്നെ ജഡ്ജിയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ. ജിക്കുമോനാണ് ഈ ഒരു രവിക്ക് വക്കീലാവാനുള്ള എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ കോപ്പി അടിക്കാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊടുത്തത്. പക്ഷേ ഇവിടെ രവിക്കൊരു പ്രശ്നമുണ്ട്. പുറമേ നിൽക്കുമ്പം, കോടതിക്ക് പുറത്ത് നിൽക്കുമ്പോൾ ജിക്കുമോൻ്റെ ഒരു ചങ്കിനെ കണക്ക് പെരുമാറുകയും വന്ന് ആ ഒരു കോടതി കസേര എന്നാൽ പുള്ളിക്കാരനെ ഭയങ്കര സ്ട്രിക്റ്റായി പോണതാണ്. ഈ കാര്യം എന്താണെന്ന് ഒരിക്കലും ജിക്കുമോന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു രവി തൻ്റെ ഒരു കഥ പറയുന്നത്. രവി ഇവിടെ പറയുന്നു തൻ്റെ അച്ഛൻ ഒരു വെളിച്ചപ്പാടായിരുന്നെന്നും മന്ത്രവാദിയായിരുന്നെന്നും പുള്ളിക്കാരൻ എന്തൊക്കെയോ കുറച്ച് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് തൻ്റെ മനസ്സ് തൻ്റെ കയ്യിൽ വെച്ചേക്കാണ്. ആ ഒരു കാര്യം കൊണ്ട് എപ്പോഴൊക്കെ ആ ഒരു കസേര ഇരിക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കര ഒരു നീതിമാനായെന്നൊരു തോന്നൽ വരികയും അത് മുഖാന്തരം താൻ എന്തൊക്കെയോ പറയുന്നതെന്നൊക്കെയുള്ള ഒരു കാര്യം വെച്ച് ഇവിടെ ഭയങ്കരമായിട്ട് ട്രബിളായി പോകുന്നത് നമ്മളെ ജിക്കുമോൻ്റെ ആദ്യത്തെ ഒരു കേസാണ്. ഈ കേസ് തനിക്ക് വിജയമല്ലാണ്ട് മറ്റൊന്നുമില്ല. തൻ്റെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ജൂലിയായിട്ട് നിൽക്കുന്ന ഈ ഒരു ആളുടെ കൂടെ പശുവിനെ കറക്കുന്ന ഒരു ജോലിയോടൊക്കെ നിന്ന് തൻ്റെ ഒരു ഫ്യൂച്ചറിനെ ബാധിക്കുന്ന സമയത്താണ് ഇച്ചാപ്പൻ്റെ ഈ കേസ് ജിക്കുമോൻ്റെ കയ്യിലേക്ക് വരുന്നത്. അങ്ങനെ ജിക്കുമോൻ ഭയങ്കര ഒരു
താല്പര്യപ്രകാരം ഇച്ഛാപ്പനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങിച്ച് കൊടുക്കണം എന്നുള്ള ഒരു മേഖലയിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും ഒരിക്കലും ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇച്ഛാമയോടെ എന്താണ് ഒരു കാര്യമെന്ന് ഒരിക്കലും ഇവിടെ ആരും ചോദിക്കാറില്ല. അല്ലെങ്കിൽ എന്താണ് മെയിൻ പ്രശ്നം അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് പോലും ഇച്ഛാമ ഒന്നും പറയാറ് പോലുമില്ല. അങ്ങനെ ജിക്കുമോൻ തൻ്റെ ഒരു എൽസി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെയും ഗിന്നസിനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ആരാണ് ഇച്ഛാമയുടെ കാമുകൻ എന്നുള്ള കണ്ടുപിടിക്കുകയാണ്. അത് ജഗദീഷ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ നടൻ അവിടെയാണ് എൻട്രി ആവുന്നത്. അദ്ദേഹം ഒരു റോൾ ചെയ്യുന്നുണ്ട്, ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു റോളാണ് ഇതിൽ പറഞ്ഞ കൊച്ചോസേപ്പ് എന്ന് പറഞ്ഞ ഒരു റോള്. അത് മുഖം ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു പ്രധാന ഘടകമാണ് ഈ സിനിമയിൽ. പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേക്കപ്പാണ്. വിജയരാഘവൻ്റെ ഈ രണ്ട് കാലങ്ങളും അതിമനോഹരമായിട്ട് മേക്കപ്പ് ചിന്തിച്ചിരിക്കുന്ന ആരാണെങ്കിലും വളരെ ഗംഭീരമായിട്ട് നിശ്ചയിക്കണമെങ്കിൽ പറയാൻ പറ്റിയ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് രണ്ട് കാലഘട്ടങ്ങളുടെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. രണ്ട് കാലഘട്ടത്തിലെ കഥ പറയുമ്പോൾ ഇവിടെ ഓരോ അധ്യായങ്ങളായിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ജനനം, വളർച്ച, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം കൊണ്ടുവരികയാണ്. അങ്ങനെ വരുന്ന ഒരു 4ാമത്തെ ഒരു അധ്യായത്തിലാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ ഇന്നത്തെ കാണിക്കുന്നത്. സിനിമ ടൈറ്റിലായ പൂക്കാലം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഇവിടെ കാണിക്കുന്നത്. അതിമനോഹരമായിട്ടാണ് സംവിധായകൻ്റെ ഒരു കഥാപരിശീലനം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഈ ഒരു സിനിമയിൽ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. കാരണം നമ്മുടെ ഈ ഒരു കാലത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ട്വിൻ സിസ്റ്റേഴ്സിനെ ട്വിൻ ബ്രദർ കിട്ടുന്നു എന്നുള്ള ഒരു ന്യൂസും ഇങ്ങനെ കാണുന്നുണ്ട്. അതേ ഒരു എലമെൻറ്റ് ഈ ഒരു സിനിമയിലുണ്ട്. ഇവിടെ വളരെ ഭംഗിയായിട്ട് ഗണേഷ് രാജ് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം 2 ട്വിൻ സിസ്റ്റേഴ്സ്, 2 ട്വിൻ ബ്രദേഴ്സ് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരും അവരും ട്വിൻസാണ്. അത് ഭയങ്കര എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഫ്രഷ് ഫീലായിട്ട് തോന്നിപ്പോയി ആ ഒരു സീൻ കണ്ട സമയത്ത്. സിനിമയിൽ ആദ്യ പകുതി നല്ലൊരു എൻഗേജ്ഡ് ആയിരുന്നു. കാരണം നമുക്ക് ത്രില്ലിംഗ് ആയിരുന്നു. എന്താകും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് വളരെ മികച്ചതാക്കി തന്നെ ഹ്യൂമറിനും സെൻറ്റിമെൻറ്റിനും ത്രില്ലിങ്ങിനും ഒക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ഒരു ഇത് കൊടുത്ത് സിനിമ നന്നായിട്ട് കൊണ്ടുപോയി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന നേരത്ത് സംവിധായകൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു പിഴവ് അവിടെയാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു കഥ ഒന്ന് എൻഡ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ എൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. 2 മണിക്കൂറും 16 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ മൊത്തം കിട്ടിയാണ് കൈപ്പോയി കാര്യങ്ങൾ. സുഹാസിനി മണിരത്നം ഒരു റോൾ ചെയ്യുന്നതിനകത്ത് ആ ഒരു റോളാണ് ഈ ഒരു ഇച്ഛാമയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ ഇടങ്ങേലായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്രണയബന്ധം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എന്നുള്ളതിനുള്ള ഒരു തെളിവ് ഈ ഒരു സുഹാസിനിയുടെ ഒരു കഥാപാത്രമായ ക്ലാര എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഈ ഒരു സന്ദർഭം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന അവിടെ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ഈ സിനിമയുടെ പ്രസൻറ്റ് കാലഘട്ടത്തിൽ കാണുമ്പോൾ വിജയരാഘവൻ്റെയും ജഗദീഷിൻ്റെയും മേക്കപ്പ് വാർദ്ധക്യമാണ്. തിരിച്ച് ഈ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു മേക്കപ്പിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഒരു ചെറുപ്പകാലത്തേക്കുള്ള ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ സംവിധായകനും മേക്കപ്പ് ആർട്ടിസ്റ്റും കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് പോലും അവരുടെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. നല്ലൊരു മെസ്സേജ് പോലും ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ ഈ സിനിമ തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരുപാട് സഹതാരങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് ഒരു യൂസ്ഫുള്ളുമായി പോകാത്ത ചില കഥാപാത്രങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അതിലൊന്നാണ് രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു മന്ത്രവാദിയായിട്ട് വരുന്നൊരു കഥാപാത്രം. ഈ കഥാപാത്രം പോലും ഇവിടെ ഒരു വേസ്റ്റായിട്ടാണ് തോന്നിപ്പോയത്. ഇതേപോലെയാണ് റോഷൻ മാത്യുവിൻ്റെ ജോണി മോൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഈ ഒരു കഥാപാത്രവും കഥയുടെ ഒരു ഭാഗമാവുന്നുണ്ടെങ്കിൽ പോലും റോഷനെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഈ അന്നു ആൻ്റണിയുടെ കഥാപാത്രമാണെങ്കിൽ എങ്ങനെയെങ്കിലും തനിക്കൊരു കല്യാണം കഴിക്കണം, ഒരു കുടുംബജീവിതം ഉണ്ടാവണമെന്നുള്ള താല്പര്യപ്രകാരം ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് സുശീലുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കുന്നത്. അതിന് പോലും ഈ ഒരു വിലങ്ങുതടിയാകുന്ന ഒരു പ്രവണതയായിട്ട് മാറുകയാണ് ഈ ഒരു സംഭവം. ഈ ഇടയ്ക്ക് സമീപകാലത്ത് നമ്മളെ വിട്ടുപോയ കനകലത എന്ന് പറഞ്ഞ ഈ ഒരു നായിക, അവരിതിൽ സുശീലിൻ്റെ അമ്മ റോളോടെ ചെയ്യുന്നുണ്ട്. കനകലതയെ കണ്ട സമയത്ത് ആ ഒരു സംഭവം ഇങ്ങനെ ഓർത്തുപോയി. ഇടക്കാലത്ത് നമ്മളെ വിട്ടുപോയ കനകലത ഈ ഒരു റോൾ ചെയ്യുന്നുണ്ടുള്ള കാര്യം കൂടെ ഇവിടെ പറയുകയാണ്. ചെറിയ ട്വിസ്റ്റുകളും സസ്പെൻസുകളും കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റിയ രീതിക്ക് അവതരിപ്പിച്ച ഒരു പൂക്കാലം എന്ന് പറഞ്ഞ സിനിമ എന്നെ അപേക്ഷിച്ചാണെങ്കിൽ ഒരു ആവറേജ് അനുഭവമായിപ്പോയി. കാരണം മികച്ച ഒരു ഫസ്റ്റ് ഹാഫും മോശം സെക്കൻഡ് ഹാഫുമായിപ്പോയി കാര്യങ്ങൾ. ഫസ്റ്റ് ഹാഫിലേക്ക് ഈ ഒരു ലെറ്ററും കാര്യങ്ങളും കൊണ്ടുണ്ടാകുന്ന കുറച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പോൾ പ്രേക്ഷകന് ആദ്യ പകുതി ഒരു ത്രില്ലിംഗ് ആയിരുന്നെങ്കിൽ പോലും ആ ഒരു ത്രില്ലിംഗ് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുപോയി ഉടയ്ക്കുന്നതാണ് കൈപ്പോയി കാര്യങ്ങൾ. ഇതില്ലാത്ത കുറേ കഥാപാത്രങ്ങൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അതല്ലാതെ സ്റ്റോറിയിലെ നിങ്ങൾ തുടങ്ങി വെച്ച ഒരു ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്രതീക്ഷിതമായി പോകുന്ന കഥാപാത്രങ്ങൾ. പിന്നെ ബേസിലിൻ്റെയോ വിനീത് ശ്രീനിവാസൻ്റെയോ കഥാപാത്രങ്ങളോ പ്രസൻസോ കാര്യങ്ങളൊന്നും എവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നെ
അരിസ്റ്റോ സുരേഷ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഇവിടെ ഒരു ജോലിക്കാരൻ റോൾ ചെയ്യുന്നുണ്ട്. ഒരു കാര്യവുമില്ല, കാരണം ഒരു വേസ്റ്റ് ആയിട്ടുള്ള കഥാപാത്രമായി തോന്നിപ്പോയി. എന്തിനാണ് ആ ഇങ്ങനെ കഥാപാത്രം തോന്നിപ്പോയി. പിന്നെ വിജയരാഘവനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു അഭിനയം കാര്യങ്ങളൊക്കെ പെർഫോമൻസാണ്. വിജയരാഘവന് മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ ഒരു പേരുണ്ട്. കാരണം പുള്ളി എന്തെങ്കിലും റോള് ചെയ്യാൻ നേരത്ത് ആ ഒരു കാസ്റ്റിംഗ് എങ്ങനെയായിരിക്കണം എന്ന് പുള്ളിക്ക് ധാരണ കാണും. മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ പുള്ളിക്കൊരു തീരുമാനം കാണും. തൻ്റെ മനസ്സിലൊരു രൂപം വരും. അങ്ങനെ ഒരു എക്സാമ്പിളിന് പണ്ടത്തെ കാലത്ത് താൻ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു റാംജി റാവു എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളും ഡ്രസ് കോഡും ഒക്കെ വിജയരാഘവൻ്റെ ഒരു ഇതാണ്. കാരണം പുള്ളിക്കറിയാം ഒരു കഥാപാത്രം കൊടുക്കുമ്പോൾ ആ കഥാപാത്രം എങ്ങനെയായിരിക്കും, എന്താണ് അതിൻ്റെ ഒരു മാനറിസം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റിയ ബെറ്റർ നായകനാണ് വിജയരാഘവൻ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ 10-25 കൊല്ലത്തിനകം വെച്ച് തിളങ്ങി നിൽക്കുന്ന സ്റ്റാറാണ്. ഇങ്ങനൊരു സിനിമയിൽ പ്രധാന കഥാപാത്രം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹം ഇവിടെ പെർഫോമൻസ് കൊണ്ട് എന്തായിരുന്നാലും നമ്മൾ ഞെട്ടിക്കുന്നുണ്ട്. മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ രണ്ട് കാലഘട്ടങ്ങളിലും വിജയരാഘവൻ്റെ ഒരു അഭിനയം കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഈ സിനിമയിൽ KPSC ലീല അവതരിപ്പിക്കുന്ന ഈ ഒരു മായത്തട്ടകത്ത് കുൽത്തറച്ച് എന്ന റോളിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ചെയ്യുന്നത് നന്ദിനി ഗോപാലകൃഷ്ണനാണ്. ആ ഒരു കഥാപാത്രം നമ്മൾ എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട കാരണം ചുരുക്കം സിനിമകളിലെ വന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമയിലെ ഒരു ഫ്ലാഷ് ബാക്കിൽ സംഭവബഹുലമായ സംഭവങ്ങളൊക്കെ നന്ദിനി ഗോപാലകൃഷ്ണൻ നന്നായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ബേസിൽ തകർക്കുന്നുണ്ട്. ജഗദീഷും നന്ദിനി ഗോപാലകൃഷ്ണൻ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആണെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റിയ. സ്റ്റോറി ഇരിക്കുന്നത് പോലും ഈ സ്പേസിലായിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ നേരത്ത് പരസ്പരം വിവാഹമോചനമല്ലാതെ വേറെ ഒന്നുമില്ലെന്നുള്ള തീരുമാനത്തിൽ ഇച്ചാമ്മനെ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഒരു രണ്ടുപേരുടെയും ഈ ഒരു കുടുംബങ്ങൾ ചേർന്ന് ഇവരെ ഒന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് മുൻകെടുക്കുന്ന എൽസി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഇടപെടലും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഈ ഒരു രണ്ടുപേരും കൂടെ ഈ ഒരു ആദ്യമൊക്കെ ഈ വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്നെങ്കിൽ പോലും തൻ്റെ ഒരു മകളുടെ മരണം കൊണ്ട് ഇവർ തിരിച്ചു വരികയാണ്. പിന്നെയാണ് ഇവർക്ക് തിരിച്ചറിവുണ്ടാകുന്നത് താങ്കൾ എടുക്കുന്ന ഈ ഒരു തീരുമാനം കാര്യങ്ങളൊക്കെ വാർദ്ധക്യത്തിൽ തന്നെ എടുത്ത ഒരു തെറ്റായ തീരുമാനമാണ്. കാരണം ഇച്ചാപ്പന് 100 വയസ്സ് കഴിഞ്ഞു. ഇച്ചാമ്മയ്ക്ക് അതുകൊണ്ട് ആ ഒരു സമീപകാലത്തുള്ള വയസ്സിലെത്തി നിൽക്കുകയാണ്. ഇനിയും എന്തിനാണ് നാട്ടുകാരുടെ മുമ്പേ അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പേക്ക് ഒരു മാനക്കേട് നാണക്കേടൊക്കെ മാറുന്നുള്ള കാര്യം വെച്ചുകൊണ്ട് ഇവർ ആ പ്രശ്നങ്ങളൊക്കെ മറന്ന് അങ്ങ് സോൾവ് ആവുകയാണ്. പിന്നെ ക്ലൈമാക്സ് നല്ലൊരു സംഭവബഹുലമായ ഒരു ക്ലൈമാക്സാണ്. കാരണം ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് നിന്ന് ഇവരുടെ കല്യാണം വീണ്ടും നടക്കുകയാണ്. അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. കാരണം പുതുമയാണെന്ന സിനിമയ്ക്ക് ആവശ്യം. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാമെന്നല്ലാതെ ഒരു കഥയോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രാധാന്യം പോലും വരുന്നില്ല. ഇതൊക്കെയാണ് പൂക്കാലം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറയാൻ വേണ്ടി ഉള്ളൂ. കാരണം ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ തിരക്കഥയിൽ കുറച്ചുകൂടെ ഒരു സ്ട്രോങ്ങോ കാര്യങ്ങളോ വരുത്തിയിരുന്നെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് നമുക്ക് വളരെ മികച്ചതി കൊണ്ട് പോകാമായിരുന്നു തോന്നിപ്പോൾ. സംവിധായകൻ്റെ ഒരു പിഴവ് സെക്കൻഡ് ഹാഫിൽ നിന്നുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അരുൺ അജികുമാർ അവതരിപ്പിക്കുന്ന ഗിന്നസ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം മച്ചിൻ്റെ മണ്ടയിൽ കയറി തപ്പി എല്ലാം എടുത്ത് താഴെ വയ്ക്കാൻ വെച്ചിട്ട് ഇത് തിരിച്ചു വരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഇച്ചാമ്മയൊരു കത്ത് കിട്ടുന്നത്. തൻ്റെ ഭാര്യയായ ഇച്ചാമ്മ എന്ന് പറഞ്ഞ പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് നേരത്ത് അരുൺ അജികുമാർ അവതരിപ്പിക്കുന്ന ഒരു ഗിന്നസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനാണെങ്കിൽ തൻ്റെ പേരിൽ ഒരു ഗിന്നസ് ബുക്കും കാര്യങ്ങളൊക്കെ വേണം എന്ന ചിന്തയിലാണ് അവസാനം ഇച്ചാമ്മയുടെ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടുകയാണ്. കാരണം ഏറ്റവും പ്രായം കൂടിയ ആൾക്കാരുടെ 2ാം വിവാഹം നടന്നുള്ള ഒരു റെക്കോർഡും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. അങ്ങനെ ഗിന്നസും ഹാപ്പിയാവുകയാണ് അവിടെ. ഇതാണ് പൂക്കാലം സിനിമയുടെ അറിവും കാര്യങ്ങളൊക്കെ. ഇത്രയേ ഉള്ളൂ. പരിഗണിക്കേണ്ട സിനിമയാണ്. കാണുക, ഇഷ്ടപ്പെടുക. ടെലിഗ്രാമിലേക്ക് ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം മറ്റൊരു സിനിമയുടെ ഇഷ്ടം വരുന്നവർക്ക് ജസ്റ്റ് പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.